ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും അടുത്ത സീസണിലേക്ക് വേണ്ടി വിദേശ താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്പെയിനിൽ നിന്നുമുള്ള ISL പരിചയസമ്പത്തുമുള്ള ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഏതായാലും ആ ഒരു ഡീൽ അവസാന നിമിഷമായിരുന്നു പാളിപ്പോയിട്ടുണ്ടായിരുന്നത്. ഡീലിന്റെ അവസാന ഘട്ടകമായിട്ടുണ്ടായിരുന്ന ആ ഒരു മെഡിക്കൽ ടെസ്റ്റിൽ നിന്നായിരുന്നു അവസാനം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നീക്കം പാളിപ്പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ബംഗളൂരു എത്തിയിട്ടുണ്ടായിരുന്ന താരം വളരെയധികം നിരാശയോടെയാണ് മടങ്ങിയിട്ടുമുണ്ടായിരുന്നത്. അതേസമയം നിലവിൽ തന്റെ പുതിയ ക്ലബിലേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ് സെർജിയോ കാസ്റ്റൽ എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സാധ്യതകളെല്ലാം അവസാനിച്ചതോടെ തന്റെ പുതിയ ക്ലബിനെ തേടി സ്പാനിഷ് താരത്തിന് സൈപ്രസ് ക്ലബിലായിട്ടുള്ള അപ്പോലോൺ FCയിൽ സൈൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് ISLൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ച നടത്തിയിട്ടുള്ള ഒരു താരമായിരുന്നു സെർജിയോ കാസ്റ്റൽ എന്നുള്ളത്. ഏതായാലും അത് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ആ ഒരു താരത്തെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC അടുത്ത സീസണിലേക്ക് മുന്നോടിയായിക്കൊണ്ട് വിദേശ സൈനിങ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ ടീമിൽ കളിച്ച പെപ്ര മിലോസ് എന്നീ രണ്ട് വിദേശ താരങ്ങളെ ഇതിനോടകം തന്നെ ഒഴിവാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് FC നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണെ ഒഴിവാക്കുമെന്ന ചോദ്യമാണ് നിലവിൽ ആരാധകർ. താരത്തിനോട് പുതിയ ക്ലബിനെ കണ്ടെത്തുവാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതായിട്ടാണ് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായി 4 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നായകൻ തകർപ്പൻ പ്രകടനമാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നതിനേക്കാൾ മികച്ച സാലറിയിൽ ഓഫറുകൾ മറ്റു ടീമുകൾ അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടു പോവില്ല എന്ന റിപ്പോർട്ടും നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇനി കളിക്കുകയാണെങ്കിൽ ഒരു ക്ലബിന് വേണ്ടിയിട്ടും കളിക്കില്ല എന്നും ഇനി അങ്ങോട്ട് കോച്ചായിട്ട് തുടരുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന മറുപടി എന്നുള്ളത്. ഏതായാലും മുമ്പ് FC ഗോവ താരത്തിന് വേണ്ടി 3 വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച ഓഫർ നൽകിയെങ്കിലും ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാർ ശേഷിക്കുന്ന അഡ്രിയാൻ ലൂണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കാണുമെന്നാണ് എല്ലാ ആരാധകരുടെ പ്രതീക്ഷ. ഏതായാലും ഉറുഗ്വൻ മധ്യനിര താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ISLനെ തന്നെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ISL അടുത്ത സീസൺ നടത്തില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും ISL ഇനി നടക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യത്തെ ഫുട്ബോൾ ആരാധകരെ എല്ലാവരും. FCDLുമായി കരാർ ഈ ഒരു വർഷം അവസാനിക്കാൻ പോയാണ് ഈ ഒരു ആശങ്ക എല്ലാവർക്കും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ പുതിയ ഉടമസ്ഥാവകാശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് FCDL. 10 വർഷത്തേക്കുള്ളതാണ് ആ ഒരു കരാർ എന്നുള്ളത്. ഏതായാലും പക്ഷേ അതിൽ ചില നിയന്ത്രണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അവരെന്നുള്ളത്. പ്രധാനമായും റിലഗേഷൻ ഒഴിവാക്കാനാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. ഇതിനനുസരിച്ച് ടോപ്പ് ടയർ ലീഗിലേക്ക് സ്ഥാനകയറ്റം എല്ലാം ശക്തമാക്കിയ നിയന്ത്രണവും വരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇനിയും ISL മത്സരങ്ങളൊക്കെ കാണാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.